ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം വർണ്ണമദ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് ആരംഭിക്കുന്നു. 9-ാം അധ്യായം ശ്ലോകം 15. ദിവ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേ ഭുവിഗമേ വിവശാഗൃണന്തി തേനേകജന്മ സമലം സഹസൈവ ഹിത്വാ സംയത്യവാവൃതം വ്രതം തമജം പ്രപദ്യേ. സ്തുതിയാണ് ബ്രഹ്മാവിൻ്റെ. എൻ്റെ സമാപന ഘട്ടത്തിലേക്ക് വരാൻ പോവാണ്. സ്തുതികളിലൊക്കെ അങ്ങനെയാണ്, വെറും പേര് പറഞ്ഞ് മാഹാത്മ്യം പറഞ്ഞ സ്തുതിക്കല്ല, അതൊരു ഉപദേശ രൂപേണ നമുക്ക് പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങൾ തന്നിട്ട് അവസാനം ഒരു സ്തുതിയിൽ പരിസമാപിക്കുകയാണ്. ദിവ്യ യാതൊരുവന്റെ അവതാര ഗുണകർമ്മ വിഡംബനാനി. അവതാരങ്ങൾ, ഗുണകർമ്മങ്ങൾ, അവയുടെ വിഡംബനങ്ങൾ, അനുകരണങ്ങൾ ോട് കൂടിയ നാമാനി, നാമങ്ങളെ. ഭഗവൻ നാമങ്ങളൊക്കെയും ഒന്നുകിൽ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ്. ദശാവതാരങ്ങളെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള കീർത്തനങ്ങളാണ്. നിർഗുണനാണ്, നിർവികാരനാണ് എന്നൊക്കെ കുറേ തരത്തിലുള്ള കീർത്തനങ്ങൾ. പിന്നുള്ളത് കർമ്മങ്ങളെക്കുറിച്ചാണ്. ഭഗവാൻ ഇവിടെ ആടിയ ലീലകളെക്കുറിച്ച്. പിന്നെ ഭഗവാൻ അനുകരിച്ചതാണ്. മനുഷ്യരൂപത്തെ അനുകരിച്ചുകൊണ്ട് എന്തൊക്കെ വേലകളാണ് ഇവിടെ ചെയ്തത്, ആടിയത്. ഇതിലുള്ള നാമങ്ങൾ അവതാര ഗുണ കർമ്മ വിഡംബനാനി നാമാനി ദിവ്യ യാതൊരു ഭഗവാന്റെ. ഏ ആരാണോ അഫു വിഗമേ, അഫു എന്ന് വെച്ചാൽ പ്രാണൻ, വിഗമേ പോകുമ്പോൾ, അഫു വിഗമേ പ്രാണൻ പോകുമ്പോൾ, മരിക്കുന്ന സമയത്ത് വിവശരായിട്ട് ഗൃണന്തി ചൊല്ലുന്നു, ഉച്ചരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നർത്ഥം. ഭഗവൻ നാമങ്ങളെ, ഭഗവാന്റെ 3 വിധത്തിലുള്ള നാമങ്ങളുണ്ട്: അവതാരങ്ങൾ, ഗുണങ്ങൾ, കർമ്മങ്ങൾ. അവകളെ പ്രാണൻ പോകുന്ന സമയത്ത് ആരാണോ വിവശരായിട്ട് ചൊല്ലുന്നത്, സ്വീകരിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ജീവൻ പോകാൻ പറ്റുക, പ്രാണൻ വെടിയുക, അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. ആരാണോ അങ്ങനെ അഫുവിഗമം ചെയ്യുമ്പോൾ പേരുച്ചരിക്കുന്നത്, അത് വിവശരായിട്ടാണ്. ഇനി ഒരു ഗതിയില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു കഴിയുമ്പോൾ ഉറക്ക നാമം ചൊല്ലിക്കൊണ്ടാണ് പ്രാണൻ പോകേണ്ടി വരേണ്ടത്. പക്ഷെ ഇന്നങ്ങനെ ആയിരിക്കില്ല, വേറെ പല പേരുകൾ ഉച്ചരിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ആരാണോ ഉള്ളത്, തേ അവർ അനേക ജന്മശമലം, അനേക ജന്മത്തിലുള്ള ദുരിതത്തെ മുഴുവൻ, ശമലം ദുരിതം, അനേക ജന്മശമലം, അനേക ജന്മത്തിലുള്ള ദുരിതങ്ങളെ ഫഹഫായവ ഹിത്വ, പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്തിട്ട്, ഫഹഫൈവ ഹിത്വ ഹനിച്ചിട്ട്, സംയാന്തി
അപാവൃതം ഋതം തം അജം പ്രപത്തി. സംയാന്തി പ്രാപിക്കുന്നു. അപാവൃതം ഋതം മറയില്ലാത്ത, ആവരണമില്ലാത്ത അപാവൃതം, ഒരു മറവുകളും ആവരണങ്ങളുമില്ലാത്ത, ഋതനായ, അനുഭവിച്ചറിയാൻ കഴിയുന്ന സത്യം ആയ, അജം തം ഒരിക്കലും ജനിക്കാത്തവനായ അവനെ പ്രപദ്യേ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ അവതാരങ്ങളെടുത്ത് പല പല ലീലകളാടി കർമ്മങ്ങൾ ചെയ്ത് പ്രപഞ്ചത്തിൽ വിഹരിച്ചത് എന്തിനാണ്? എങ്കിലല്ലേ നമുക്ക് സ്തുതിക്കാനുള്ളൂ. നമ്മളല്ലേ എന്ത് പറഞ്ഞാൽ സ്തുതിക്കുന്നു? നമുക്ക് സ്തുതിക്ക് വിഷയങ്ങൾ വേണ്ടേ? എന്തിനാണ് ഈ അവതാരങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ് അവതാരങ്ങളും ഭഗവാന്റെ ലീലകളും കർമ്മങ്ങളും ഈ ജഗത്തിലുള്ള ജനങ്ങൾക്ക് പാടി 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 അവരുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവർക്ക് അന്തിമ സമയത്തും ഹേ ദേവകീനന്ദന പുരുഷോത്തമ യശോദ എന്താണ് യശോദാസുതനായിരിക്കുന്ന ഭഗവാനെ എന്നിങ്ങനെ പല പല പേരുകൾ പറഞ്ഞവർക്ക് അവസാന സമയത്ത് നാമോച്ചാരണം ചെയ്യണമെങ്കിൽ അവശന്മാരായിട്ടെങ്കിലും ആരെങ്കിലും കീർത്തിക്കുന്നെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന പുണ്യപാപങ്ങളെല്ലാം ആയാസമില്ലാതെ കണ്ട് ഇല്ലായ്മ ആയിട്ട് ഭഗവത് പാദപത്മത്തെ അവർ പ്രാപിക്കും. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ശരണ പ്രാപിക്കുന്നു എന്ന് ബ്രഹ്മാവ് ഭഗവത് സ്വരൂപത്തെ പ്രാപിക്കലാണ്. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേഷു വിഗമേഷാ ഗൃണന്തി തേനേകജന്മസമലം സഹസൈവ ഹിത്വാം സംയന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ. അഫുവിഗമേ യേ വിവശഃ യസ്യ അവതാരഗുണകർമ്മ വിഡംബനാനി നാമാനി ഗൃണന്തി തേ അനേകജന്മസകലം സഹസാ ഏവ ഹിത്വാ അപാവൃതം ഋതം സംയാന്തി അജപ്തം പ്രപദ്യേ. യസ്യാവതാരഗുണകർമ്മ വിഡംബനാനി നാമാനി യേഷു വിഗമേ വിവശാ ഗൃണന്തി തേ അനേകജന്മസമലം സഹസൈവ ഹിത്വാം സംയന്ത്യപാവൃതം ഋതം തമജം പ്രപദ്യേ. യസ്യാവതാരഗുണകർമ്മ വിഡംബനാനി നാമാനി യേഷു വിഗമേ വിവശാ ഗൃണന്തി തേനേകജന്മസമലം സഹസൈവ ഹിത്വാ സംയന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ. യോ വാഹം അഹം ച ഗിരിശശ്ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവ പ്രളയഹേതവ ആത്മമൂലം ഭിത്വാ തൃപാദ് വവൃഥ ഏക ഉരുപ്രരോഹസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. യോ വാ ആരാകട്ടെ, അഹം ച ഞാനും, ഗിരിശശ്ച പരമശിവനും, വിഭുഹു ച മഹാവിഷ്ണു. വിഭു സർവവ്യാപി, വിശേഷേണ ഭൂയത്തെ ഇത് വിഭു എന്നാണ്. വിശേഷമായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ പരമാത്മശക്തി സ്വരൂപനായ ഭഗവാൻ. ഞങ്ങൾ മൂന്നുപേരും, അഹം ഗിരിശശ്ച വിഭുഹൂച്ച, ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇവർ മൂന്നുപേരും സ്ഥിതി ഉത്ഭവ പ്രളയഹേതവ, സ്ഥിതിക്കും ഉത്ഭവത്തിനും പ്രളയത്തിനും കാരണക്കാരാണ്. ഒരാള് സ്ഥിതി, മറ്റൊരാള് ഉത്ഭവം, വേറൊരാള് പ്രളയം. ബ്രഹ്മാവ് ഉത്ഭവിപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നു. വിഷ്ണു സ്ഥിതി ചെയ്യുന്നു, പരിപാലിക്കുന്നു.
മഹാദേവൻ അതിനെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. പ്രളയം എന്ന വാക്കിന്റെ അർത്ഥം പ്രക്ഷേപണ ലയത്തെ. ഹേതവ അതിന് കാരണക്കാരായിട്ട് ഞാനും ശിവനും വിഷ്ണുവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണക്കാരായിട്ട് ആത്മമൂലം ഭിത്വ തൻ്റെ ആത്മസ്വരൂപത്തെ പിളർന്നിട്ട് ത്രിപാദ് വവൃധ ഏക ഉരുപ്രരോഹ വവൃധേ വർദ്ധിക്കുന്നു. ഉരുപ്രരോഹ നാനാവിധത്തിലുള്ള ശാഖോപശാഖകളോട് കൂടി വവൃധേ വർദ്ധിച്ചു വരുന്നു. ഉരുപ്രരോഹ വർദ്ധിച്ചു വരുന്ന വൃക്ഷത്തോടു കൂടിയവനായിട്ട് അങ്ങ് വർദ്ധിച്ചു വന്ന് തസ്മൈ നമോ ഭഗവതേ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. ഭുവനദ്രുമായാം ലോകത്തിന് വൃക്ഷമായി നിൽക്കുന്നവനായ അങ്ങേക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ ബ്രഹ്മാദികളായ അനേക ദേവന്മാർ സൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ താൻ സൃഷ്ടിയാദികളായ രീതിയിൽ നടത്തുന്നവനാണ് എന്ന് പറയുന്നത് ശരിയാകുമോ എന്നാണെങ്കിൽ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഏകനായ ഒരു ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഈശ്വരൻ തൻ്റെ ഉള്ളിലുള്ള ഗുണത്രയങ്ങളെ, മായ കൊണ്ട് സംഭവിച്ച ഗുണത്രയങ്ങളെ മൂന്നായിട്ട് പകുത്തു. ആ പരമാത്മ ശക്തിസ്വരൂപനായ ഭഗവാൻ ഒരു ഭാഗം കൊണ്ട് വിഷ്ണുവായി, മറ്റൊരു ഭാഗം കൊണ്ട് ശിവനായി, വേറൊരു ഭാഗം കൊണ്ട് ബ്രഹ്മാവായി. അങ്ങനെ മൂന്ന് പേരും മൂന്ന് ജോലികളും ഏറ്റെടുത്തു: സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. എന്നിട്ട് ആ സൃഷ്ടി ശാഖോപശാഖകളായിട്ട് അനന്തരൂപങ്ങളായിട്ട് വളർന്നു 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 വന്നു. ഉരുപ്രരോഹ വവൃധേ ഏകഃ ഏകനായിരുന്ന അങ്ങ് വളരെയധികം ശാഖോപശാഖകളോട് കൂടി ഒരു വലിയ മരം പോലെ വളർന്ന് വലുതായി. വാസ്തവത്തിൽ ഒന്നായിരുന്ന പരമാർത്ഥ വസ്തുവായ ബ്രഹ്മാദികളായ ദേവന്മാരും മനുഷ്യരും അനേകങ്ങളായിട്ട് ഭവിച്ച് ലോകമാകുന്ന വൃക്ഷത്തിലിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. വൃക്ഷം നമ്മുടെ കാഴ്ചയിൽ ഒന്നാണ്, പക്ഷെ ആ വൃക്ഷത്തിന് ഒരങ്കുരമുണ്ട്, മുളയുണ്ട്, വേരുകളുണ്ട്, തടിയുണ്ട്, ശാഖയുണ്ട്, ഉപശാഖകളുണ്ട്, ചില്ലകളുണ്ട്, ലതകളുണ്ട്, വള്ളികളുണ്ട്, ഇലകളുണ്ട്, പൂവുണ്ട്, കായുണ്ട്. ഇതെല്ലാം ആ വൃക്ഷത്തിലുണ്ട്. അനേക തരത്തിലുള്ള ഇതിനെല്ലാം വൃക്ഷം എന്നാണ് ഒന്നിച്ച് വിളിക്കുന്നത്. പൂവിനെയും കായൊന്നും വൃക്ഷമല്ല എന്ന് പറയാൻ പറ്റില്ല, വൃക്ഷത്തിലാർക്കും നിലനിൽക്കുന്നത്. അതേപോലെ അങ്ങയിലാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആചരിക്കുന്ന മൂന്ന് ലീലകൾ അങ്ങയിൽ തന്നെയാണ് നിൽക്കുന്നത്, വേറെ എവിടെ നിൽക്കാൻ. ഈ ഒരു ഉദാഹരണം കൊണ്ട് തന്നെയാണ് വ്യാസൻ അത് വ്യക്തമാക്കുന്നത്. ഒരു വൃക്ഷത്തോട് സാദൃശ്യപ്പെടുത്തുക. അങ്ങനെ ഒരു വൃക്ഷസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് ഞാനിതാ നമസ്കരിക്കുന്നു. യോ വാ അഹം ജഗിരിശ്ച വിഭുസ്വയം ച തെത്യുത്ഭവപ്രളയഹേതവ ആത്മമൂലം ഭിത്വാത്പാദ്വവൃധ ഏക ഉരുപ്രരോഹസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. ദ്രുമം എന്ന വാക്കിന് അർത്ഥം വൃക്ഷം എന്നാണ്. ഭുവനദ്രുമം ലോകമാകുന്ന വൃക്ഷം. ദ്രുമായ ചതുർത്ഥി ഏകവചനമാണ് വൃക്ഷത്തിനായിക്കൊണ്ട് എന്നർത്ഥം.
ഏകഃ യഃ ആത്മമൂലം ഹിത്വാ ത്രിപാദ് അഹം ച ഗിരിശഃ ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവഃ ഉരുപ്രരോഹഃ വവൃദ്ധി. പുനദ്രുമായ ഭഗവതേ തസ്മൈ നമഃ. യോ വാ അഹം ച ഗിരിശശ്ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവ ആത്മമൂലം ഭിത്വാദപാദ് വവൃദ്ധ ഏക ഉരുപ്രരോഹഃ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായാം. യോ വാ അഹം ച ഗിരിശശ്ച വിഭുഃ സ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവ ആത്മമൂലം ഭിത്വാദപാദ് വവൃദ്ധ ഏക ഉരുപ്രരോഹഃ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായാം. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്താം കർമ്മണ്യയം ത്വദു ഉദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം പദ്യച്ഛിന്നത്യനിമിഷായ നമോസ്തു തസ്മൈ. ലോകോ ലോകത്തുള്ള ജനങ്ങൾ വികർമ്മനിരതഃ വികർമ്മത്തിൽ നിരതരായിരിക്കുന്ന ലോകത്തിലുള്ള ജനങ്ങൾ. വികർമ്മത്തിന് കർമ്മം ചെയ്യാതിരിക്കൽ എന്ന് മാത്രമല്ല, പാപമാകുന്ന കർമ്മങ്ങൾ താല്പര്യമുള്ളവരായിത്തീരുന്ന ജനങ്ങൾ. വികർമ്മനിരതഃ ലോകഃ കുശലേ പ്രമത്തഃ ഐശ്വര്യത്തിൽ അവർ അഹങ്കാരികളാകും. കുശലം വരുമ്പോൾ പ്രമത്തന്മാരാകും. കർമ്മണി അയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ. കർമ്മണി സത്കർമ്മങ്ങളിൽ അയം ഇവൻ ത്വദ് ഉദിതേ ഭവദർച്ചനേ സ്വേ അങ്ങയാൽ പറയപ്പെട്ടിരിക്കുന്ന ത്വദ് ഉദിതേ അങ്ങയാൽ പറയപ്പെട്ടിരിക്കുന്ന ഭവദ് അർച്ചനേ സ്വേ ഭവദർച്ചനേ തൻ്റേതായ താനായി തീർന്നിരിക്കുന്ന അർച്ചനയെ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛനത്തെ. ആരാണോ ബലവാനിഹ ജീവിതാശാം ബലവാനായ ആരാണോ ജീവിതാശയെ ജീവിക്കാനുള്ള താല്പര്യത്തെ ശക്തനായ യാതൊരുവൻ സദ്യച്ഛിന്നത്തി പെട്ടെന്ന് നശിപ്പിക്കുന്നുവോ അനിമിഷായ നിമേഷമില്ലാത്തവനായ അവനായിക്കൊണ്ട് ഞാനിത് നമസ്കരിക്കുന്നു. ഇവിടെ ഈശ്വരനെ കാലസ്വരൂപനായിട്ട് കണ്ടിട്ടാണ് സ്തുതിക്കുന്നത്. അനിമിഷായ തസ്മൈ നമഃ അസ്തു. അനിമിഷനായ നിമേഷരഹിതനായ അങ്ങേക്ക്. നിമേഷം കാലത്തിന്റെ ചെറിയൊരു രൂപമാണ്. അതില്ലാത്തവനത് കാലത്തെ അതിക്രമിച്ചവൻ. ഭഗവാനാൽ പറയപ്പെട്ട ഉത്കൃഷ്ടമായ അനേക തരത്തിലുള്ള ആരാധനാമാർഗത്തിൽ മനസ്സിരുത്തി പോകുന്ന ഒരാൾക്ക് പ്രശ്നമില്ല. അല്ലാതെ പോകുന്ന ഒരാൾ, അത് സ്വീകരിക്കാതെ പോകുന്ന ഒരാൾ, നാമം ചൊല്ലാതെ പോകുന്ന ജനങ്ങൾ, ഒരു ജന്മകാലം മുഴുവൻ ഈശ്വരനാമങ്ങളെ ഒരിക്കൽ പോലും ഉച്ചരിക്കാതെ പോകുന്ന എത്രയോ ജനങ്ങൾ, അവരെ ശരീരത്തിൻ്റെ അഭിമാനം കൊണ്ട് വിഷയത്തിലുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അനേക പാപകർമ്മങ്ങളിൽ താല്പര്യമുള്ളവരാകും. അങ്ങ് ഉപദേശിച്ച സത്കർമ്മങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ദുഷ്കർമ്മികളായ അനേകം ആൾക്കാർ
പാപകർമ്മം ചെയ്യുന്നതിൽ താല്പര്യമാവും. അപ്പോൾ കാലം പെട്ടെന്ന് ജീവിതത്തിന്റെ ആഗ്രഹത്തെ സംഭരിക്കുന്ന ഒരു കാലമല്ലാത്ത നിമേഷരഹിതമായ കാലസ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സംസാര ദുഃഖം നശിച്ചു പോകാനും ഇല്ലായ്മ ചെയ്യാനും തദ്വാര പരമാനന്ദം അനുഭവിക്കാനും ആണ് ഉത്തമമായ വഴികൾ ഗീത മുതൽ പലരും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കരോതി യസ്നാഫി ജുഹോഷി കൗന്ദേയ എന്ന് ഗീതയിൽ ഒരിടത്ത് ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നത്, എന്നെ ശരണം പ്രാപിക്കാൻ. ഉദിതേ ഫേ അർച്ചനേ കർമ്മണി, അങ്ങ് പറയപ്പെട്ട അർച്ചനാകർമ്മത്തിൽ ആരാണോ വ്യാപൃതരായിരിക്കുന്നത് അവൻ, ബലവാനായ അവൻ ജീവിത ആശയെ, ജീവിതത്തിൽ സംഭവിക്കാവുന്ന ആഗ്രഹങ്ങളെ പെട്ടെന്ന് നശിപ്പിച്ചു കളയുന്നു. അങ്ങനെയുള്ള അനിമിഷന്മാനായ അങ്ങേക്ക് നമസ്കാരം. അങ്ങേക്ക് നിമേഷങ്ങൾ ബാധിക്കില്ല, കാലങ്ങൾ അങ്ങയെ ബാധിക്കത്തില്ല. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് വാസ്തവത്തിൽ സർവകർമ്മങ്ങളിൽ നിന്നും മോചിപ്പിക്കണം. അതിൽ ആകർഷകരായിട്ട് തീരരുത്. അത് മനുഷ്യൻ എന്നുള്ള നിലയിൽ ജനന മരണരൂപമായ ഈ സംസാര പ്രവാഹത്തിൽ നിന്ന് കരകയറാൻ, ഭഗവാനോട് ചേരാൻ, ദുഃഖമില്ലാതാക്കാൻ, ആനന്ദം അനുഭവിക്കാൻ, അതുവഴി മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരു കാലഭയവും ഇവർക്കില്ല. മറ്റുള്ളവരെല്ലാം കാലപാശത്തിന് അധീനരാണ്. ഇങ്ങനെ കാലസ്വരൂപനായും ജീവന്മാരെ മോക്ഷമാർഗത്തിലേക്ക് നയിപ്പിക്കുന്നവനുമായ ആ ഭഗവാന് വേണ്ടി ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ഭഗവത് സ്വരൂപത്തെ നമസ്കരിക്കാം. ലോകോ വികർമ്മ നിരത കുശരേ പ്രമത്ത കർമ്മണ്യയം ത്വദിതേ ഭവദർശനേ സ്വേൻ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ത്വദ് ഉദിതേ സ്വേ ഭവദർശനേ കുശലേ കർമ്മണി പ്രമത്തഃ വികർമ്മനിരതഃ ലോകഃ യാവത് വർത്തതേ താവത് അസ്യ ജീവിതാശാം ബലവാൻ യഹ സദ്യച്ഛിനത്തി അനിമിഷായ തസ്മൈ നമഃ അസ്തു. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വയം യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വയം യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യ നിമിഷായ നമോസ്തു തസ്മൈ. ഇനിയും ഓരോന്നിലും ഭഗവാനെ സ്തുതിക്കൽ മാത്രമാണ്. ഇതുവരെ ഗുണഗണങ്ങളായിരുന്നു പറഞ്ഞത്. യസ്മാദ് ബിഭിമ്യഹമപി ദ്വിപരാർത്ഥനിർധിഷ്ണ്യം അധ്യാസിത സകലലോകനമസ്കൃതം യത് തേപേ തപോ ബഹുസവോ അവരുത്സമാന തസ്മൈ നമോ ഭഗവതേ ധിമഖായ തുഭ്യം. യസ്മാത് യാതൊന്നുകൊണ്ടാണ് ബിഭേമി ഭയക്കുന്നത്, അഹം ഞാൻ, അപി ഞാൻ പോലും എന്തുകൊണ്ടാണോ ഭയക്കുന്നത്. ആര് പറയുകയാണ്? ബ്രഹ്മാവ്. ഞാൻ പോലും ഭയക്കുന്നെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ്
യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർത്ഥധിഷ്ണ്യം. രണ്ടു പരാർത്ഥം എന്ന കാലം വരെ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു പരാർത്ഥം ഉറങ്ങിയും ഒരു പരാർത്ഥം സൃഷ്ടി ചെയ്തുകൊണ്ടും, ഇങ്ങനെയുള്ള ഒരു പരാർത്ഥകാലമേ വാസ്തവത എനിക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെയുള്ള ഞാനാണ് ഇപ്പോൾ ഈ അഹങ്കരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ബ്രഹ്മാവിന് പരാർത്ഥമുണ്ട്. നമുക്ക് 50, 60, 70, 80, 90 വരെയായിട്ട് ആർക്കറിയാം എത്ര കാലമുണ്ട്? ബ്രഹ്മാവിന് ഉറപ്പാണ്. പരാർത്ഥകാലം വരെ ബ്രഹ്മാവ് ജീവിച്ചിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാസിത ഇരുന്നു കൊണ്ട് സകല ലോക നമസ്കൃതം യത്, എല്ലാ ലോകവും നമസ്കരിക്കുന്ന യാതൊരു തപോ തേപേ, തപസ് ചെയ്തു. ബ്രഹ്മാവ് ചെയ്തത് തപസ്സാണ്. ആ തപസ് ലോകത്തിലുള്ള സകല സജ്ജനങ്ങളെ മോഹിക്കുന്നതാണ് തപസ് ചെയ്യണം എന്ന്. അങ്ങനെ സകല ലോക നമസ്കൃതം യത് തപോ തേപേ ബഹുഭവ അവരുത്സമാന. ബഹുഭവൻ ധാരാളം യാഗങ്ങൾ ചെയ്തവനും യാഗത്തിൽ പങ്കെടുത്തവനും. അവരുത്സമാന അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അവരോഹും ഇച്ഛ അവരുത്സഹ. അവരുത്സമാനഃ അങ്ങയുടെ അടുത്തേക്ക് അവരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായ ഞാൻ ബഹുഭവമായ തപസ് തേപേ ചെയ്യുന്നു. തസ്മൈ നമോ ഭഗവതേ അധിമഖായ തുഭ്യം. അങ്ങനെയുള്ള മഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനായ അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാ മഖങ്ങളിലും അങ്ങെത്തും. യജ്ഞഭാഗം സ്വീകരിക്കാൻ, ഹവിർഭാഗം സ്വീകരിക്കാൻ, അങ്ങനെ എല്ലായിടത്തും എത്തുന്നവനായ അധിമഖനായ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് ഭഗവതേ, ഭഗവാനായിക്കൊണ്ട് നമോ, ഞാനിതാ നമസ്കരിക്കുന്നുവെന്ന് ഈ ഭഗവാൻ, കാലസ്വരൂപനായ ഈ ഭഗവാൻ, ഞാൻ തന്നെ ഭയപ്പെടുന്നവനായ ഈ ഭഗവാൻ, എല്ലാ ലോകങ്ങളിലും വെച്ച് ഒരു പരാർത്ഥകാലം മാത്രം ജീവിക്കാൻ കഴിവുള്ള ഈ ഞാൻ, 10 ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഞാൻ, കാലസ്വരൂപനായ ഭഗവാനെ ഭയപ്പെട്ടിട്ട് എത്ര യാഗം ചെയ്യുന്നു, എത്ര തപസ് ചെയ്യുന്നു. ബ്രഹ്മാവിൻ്റെ അവസ്ഥ പറയാം. ബ്രഹ്മാവ് എന്തിനാണ് തപസ് ചെയ്യുന്നത്, എന്തിനാണ് യജ്ഞം ചെയ്യുന്നത്? ഞാൻ ഇത്രയും കൊണ്ട് വിളിച്ചാൽ മതിയോ? 10 വരെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് 10 വിളിക്കാം. ഞാനും കാലനെ പേടിച്ചിരിക്കുന്നവനാണ്. കാരണം പരാർത്ഥകാലം വരെ ഉള്ളല്ലോ എനിക്ക് ആയുസ്, പിന്നെ ഞാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. നമ്മളും കാലനെ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളെ കാലന് അടുത്ത നിമിഷം വേണേ വരാം. ബ്രഹ്മാവിന് ഉറപ്പുണ്ട് ഈ ഒരു പരാർത്ഥകാലം കഴിഞ്ഞേ കാലം വരുള്ളൂ. എന്നിട്ടും എനിക്ക് ഭീതിയാണ്. എന്താണ്? കാലം വരുമോ 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 എന്ന്. വരുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഭീതി പൂണ്ടിരിക്കുന്ന ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? തപസ് ചെയ്യുന്നു, യജ്ഞം ചെയ്യുന്നു, യാഗം ചെയ്യുന്നു. ബ്രഹ്മാവ് തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മരണഭയത്തിന് രക്ഷപ്പെടാൻ. ഈ ഭാഗവതം ഉപദേശിക്കുന്ന ആർക്കാണ്? മരണഭയത്തിന് രക്ഷപ്പെടാനുള്ള പരീക്ഷത്തിൽ. അതുകൊണ്ട് ധാരാളം തപസ് ചെയ്ത്, ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് ബഹുഭവനായി അവരുത്സമാന, അവരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്
ആരാണോ അങ്ങയെ ഭജിക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാപിതഫകലോക നമസ്കൃതം യത് തേപേ തപോ ബഹുഫവോരുൽസമാന തസ്മൈ നമോ ഭഗവതേ ധിമഖായ തുഭ്യം. ഫകലലോക നമസ്കൃതം യത് ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാപിതഃ അഹം അപി യസ്മാത് ബിഭേമി അവരുത്സമാനഃ ബഹുഫവഃ തപഃ തേപേ അധിമഖായ ഭഗവതേ തസ്മൈ തുഭ്യം നമഃ. യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാപിതഫകലലോക നമസ്കൃതം തേപേ തപോ ബഹുഫവോരുൽസമാനഃ തസ്മൈ നമോ ഭഗവതേ ധിമഖായ തുഭ്യം. യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർത്ഥധിഷ്ണ്യം അധ്യാപിതഫകലലോക നമസ്കൃതം യത് തേപേ തപോ ബഹുഫവോരുൽസമാനഃ തസ്മൈ നമോ ഭഗവതേ ധിമഖായ തുഭ്യം. തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്മേച്ഛയാത്മകൃത സേതുപരീക്ഷയായ രേമേ നിരസ്തരിതിരപ്യവരുദ്ധദേഹസ്തസ്മൈ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തിര്യക്ക് മനുഷ്യ വിബുധാദിഷു, തിര്യക്കുകൾ ജീവജാലങ്ങൾ, മനുഷ്യർ, വിബുധന്മാർ ദേവന്മാർ ആദിയായവകളിൽ ജീവികൾ, പക്ഷിമൃഗാദികൾ, മനുഷ്യർ, ദേവന്മാർ എന്നിങ്ങനെയുള്ള ജീവയോനിഷു ജീവയോനികളിലെ ആത്ത ഇച്ഛയ യോനിഷു ആത്ത ഇച്ഛയ ജീവയോനിഷ്വാത്തേച്ഛയ ആത്തം വർദ്ധിച്ച ഇച്ഛ ആഗ്രഹം ആത്തേച്ഛയ വർദ്ധിച്ച ആഗ്രഹം കൊണ്ട് ആത്മകൃത സേതു പരീക്ഷയായ ആത്മകൃതമായ സേതു കൊണ്ട് രക്ഷിക്കാൻ താല്പര്യമുള്ളവനായി. സേതു എന്ന് വെച്ചാൽ ചിറ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇവിടെ അതൊരു പരിധിയാണ്, ഒരതിരാണ്. ചിറ വരെ എന്നുള്ള ഒരു അതിരാണ്. ആത്മകൃത സേതു പരീക്ഷയ, തന്നെത്താൻ ചെയ്യപ്പെട്ട ആ സേതുവിൽ നിന്ന് പരീക്ഷയ, ആ സേതുവിൽ നിന്നും ആരാണോ പരീക്ഷയ രേമേ, ആരാണോ പരീക്ഷയോടുകൂടി വർദ്ധിച്ച ആഗ്രഹത്തോടുകൂടി ആ ശരീരത്തിൽ രമിച്ചുകൊണ്ട് കഴിയുന്നത്, നിരസ്തരതിഹി അപി അവരുദ്ധദേഹ, രതി നിരസ്തമായവനാണെങ്കിൽ പോലും, നിരസ്തരതിയാണ് എങ്കിൽ പോലും, രതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തവനാണ് എങ്കിൽ പോലും, യഹ രേമേ, ആരാണോ രമിക്കുന്നത്, നിരസ്തരതിഹി അപി അവരുദ്ധദേഹ തസ്മൈ, അവരുദ്ധദേഹനായി ആരാണോ രമിക്കുന്നത്, ശരീരം സ്വീകരിച്ചവനായിട്ട് ആരാണോ രമിക്കുന്നത്, അങ്ങനെയുള്ള പുരുഷോത്തമനായ തസ്മൈ അവനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് വാസ്തവത്തിൽ പക്ഷിമൃഗാദികളായിട്ട്, മനുഷ്യരായിട്ട്, ദേവന്മാരായിട്ടൊക്കെ ജീവയോനികളിൽ ആപ്തമായ ഇച്ഛ കൊണ്ട് ആത്മഗതമായ സേതുവിനെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ച് ആരാണ്. ഇവിടെ ഭഗവാൻ
ഉണ്ട്, തിര്യക്കായിട്ടുണ്ട്, മനുഷ്യനായിട്ടുണ്ട്, വിബുധനായിട്ടുണ്ട്. അവതാര കഥകൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അതിൽ പകുതിയോളം തിര്യക്കുകളാണ്, ജീവജാലങ്ങളാണ്, പക്ഷികളാണ്, മൃഗങ്ങളാണ്, പക്ഷിമൃഗാദികളാണ്. പിന്നെ ചില അവതാരം, ശ്രീരാമനെ പോലെയുള്ള അവതാരം മനുഷ്യാവതാരമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം ഇതൊക്കെ മൃഗങ്ങളാണ്. അങ്ങനെ തിര്യക്കായിട്ട്, മനുഷ്യരായിട്ട്, വിബുധന്മാരായിട്ട്, ദേവന്മാരായിട്ട് അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിച്ചിട്ടുണ്ട്. പരശുരാമനായിട്ട്, ശ്രീകൃഷ്ണനായിട്ട്, ശ്രീരാമനായിട്ട് എന്നിങ്ങനെ വാമനനായിട്ട്, ഹയഗ്രീവനായിട്ട് എത്ര രൂപങ്ങൾ സ്വീകരിച്ച് അങ്ങ് ഈ പ്രപഞ്ചത്തിൽ അവതരിക്കുന്നുണ്ട്. തിര്യൻ മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്തേച്ഛയ ആഗ്രഹിച്ച ഇച്ഛയോടുകൂടി ആത്മഗതഭേദു പരീക്ഷയ യഹ താൻ തന്നെ തന്നെത്താൻ ചെയ്തു വെച്ച ആ മര്യാദകളെ, അതിരുകളെ അതിനെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെ, പരീക്ഷയ അതിനെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെ ആരാണോ രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിരസ്തരതയാണെങ്കിൽ പോലും, അവരുദ്ധദേഹനാണെങ്കിൽ പോലും അങ്ങനെയുള്ള പുരുഷോത്തമനായ ഭഗവാനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. ദേഹമുണ്ടെങ്കിലും ദേഹധർമ്മമായ അഹങ്കാരങ്ങൾ ബാധിക്കാത്തവനാണ്. അതുകൊണ്ട് ഭഗവാൻ പുരുഷോത്തമൻ എന്ന് ഗീത പലപ്പോഴും ഈ വാക്ക് തന്നെ ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ജന്തുക്കളായിട്ട് അവതരിച്ച് രക്ഷിച്ചു, രാജാക്കന്മാരായിട്ട് അവതരിച്ച് രക്ഷിച്ചു, മനുഷ്യരായിട്ട് അവതരിച്ച് രക്ഷിച്ചു, ദേവന്മാരായിട്ട് അവതരിച്ച് രക്ഷിച്ചു. ഇങ്ങനെ എത്ര അവതാര ലീലകൾ ആടി ഞങ്ങളെ രക്ഷിച്ചു. ആരാ പറയുക? ബ്രഹ്മാവ്. ഞാൻ പോലും വാസ്തവത്തിലെ എൻ്റെ ആത്മേച്ഛ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു ഫേതു, ഒരതിര്, ആ അതിര് അപ്പുറത്ത് കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. രതിയൊന്നുമില്ല എങ്കിൽ പോലും ദേഹം സ്വീകരിച്ചവനായ ഞാൻ അങ്ങേയ്ക്കായിക്കൊണ്ടുക നമസ്കരിക്കുന്നു. മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്തേച്ഛയാത്മകൃതഫേതുപരീക്ഷയായ രേമേ നിരസ്തരിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായാം. ആത്മേച്ഛയാം ആത്മഗതഫേതുപരീക്ഷയാം യഹ നിരസ്തരതിഃ അപി തിര്യൻ മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു അവരുദ്ധദേഹഃ പ്രേമേ ഭഗവതേ പുരുഷോത്തമായ തസ്മൈ നമഃ. തിര്യൻ മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്തേച്ഛയാത്മകതഫേതുപരീക്ഷയായ രേമേ നിരസ്തരിതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. തിര്യൻ മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ആത്തേച്ഛയാത്മകതഫേതുപരീക്ഷയായ രേമേ നിരസ്തരിതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. യോ വിദ്യയാ അനുപഹതോപി ദശാർത്ഥവൃത്യാ നിദ്രാമുവാഹം ജഠരീകൃതലോകയത്ര അന്തർജലേഹി കശുപുസ്പർശാനുകൂലം
ഭീമോർമ്മിമാലിനി ജനസുഖം വിവർണ്വൻ. യഹ യാതൊരുവനാണോ ആത്മവിദ്യ അനുപഹതോപി, ആത്മവിദ്യ കൊണ്ട് അവിദ്യ കൊണ്ട്, അവിദ്യ അജ്ഞാനം, അറിവില്ലായ്മ എന്ന അവിദ്യ കൊണ്ട് ആരാണോ അനുപഹതോപി ബാധിക്കപ്പെടാത്തവനാകുന്നു എങ്കിലും, അനുപഹതൻ, ഉപഹതൻ പ്രാപിക്കപ്പെടുന്നവൻ, അനുപഹതൻ പ്രാപിക്കപ്പെടാത്തവൻ, അനുപഹതോപി പ്രാപിക്കപ്പെടാത്തവനാണെങ്കിൽ പോലും, യോ അനുവിദ്യ അനുപഹതോപി ദശാർത്ഥവൃത്തി കൊണ്ട്, ദശാർത്ഥം 5, ദശാർത്ഥവൃത്തി 5 വൃത്തികൾ, പഞ്ചവൃത്തികൾ. ദശാർത്ഥവൃത്തിയ 5 വൃത്തികളോടുകൂടിയ നിദ്രാം ഉവാഹ, നിദ്രയെ വഹിക്കുന്നു. നിദ്രയ്ക്ക് 5 വൃത്തികളാണ്. ജാഗ്രത സ്വപ്നങ്ങളെ അതിക്രമിക്കാൻ പറ്റും. പിന്നെ അവിടെ ഈ പ്രാണനെ മാത്രം നിർത്തിക്കൊണ്ട് ബോധം, ആ ബോധത്തിൻ്റെ തലത്തെ വിട്ടു മറ്റു തരത്തിലേക്ക് പ്രാപിച്ചു പോകുന്നു. ബോധത്തിൻ്റെ തലാനുപ്രവേശം എന്നിങ്ങനെ പല തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വൃത്തികളോട് കൂടിയ അവിദ്യ എന്നു പേരായ മായാസ്വരൂപത്താൽ അനുപഹത അപി ബാധിക്കപ്പെടാത്തവനാണെങ്കിൽ പോലും ജഠരീഗത ലോകയാത്ര നിദ്രാം ഉവാഹ, ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ലോകങ്ങളോട് കൂടിയ ജഠരീകൃതം, ജഠരത്തിലാക്കി ചെയ്യപ്പെട്ടത്, ജഠരീകൃതം തൻ്റെ ജഠരത്തിലാക്കി ചെയ്യപ്പെട്ട ലോകയാത്ര വഹിക്കുന്നവനാണ് എങ്കിലും, അങ്ങനെ യാതൊരുവൻ ഭീമോർമ്മിമാലിനി ഭയങ്കരങ്ങളായ തിരമാലകളോട് കൂടിയ, ഊർമി തിരമാല, ഊർമിമാലി തിരമാലക്കൂട്ടം, ഊർമിമാലിനി തിരമാലക്കൂട്ടങ്ങളോട് കൂടിയ അനേക തരത്തിലുള്ള തിരമാലക്കൂട്ടങ്ങളോട് കൂടിയ അന്തർജലെ അഹികശുപസ്പർശാനുകൂലാം, ജലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ തിരമാലകളോട് കൂടിയ അന്തർജലെ, ജലത്തിൻ്റെ അകത്ത് അഹികശിപുസ്പർശാനുകൂലാം, അഹി എന്നുള്ള വാക്കിനർത്ഥം പാമ്പ്, സർപ്പം എന്നാണ്. കശിപു എന്ന വാക്കിനർത്ഥം കിടക്ക എന്നാണ്. അഹികശിപു എന്ന് വെച്ചാൽ പാമ്പ് കിടക്ക. അനന്തന്റെ പുറത്താണല്ലോ ഭഗവാൻ കിടക്കുന്നത്. ആ അനന്തന്റെ പുറത്ത് കിടക്കുന്നവനായ ആ ഭഗവാൻ അഹികശിപു സ്പർശ അനുകൂലാം, ആദിശേഷനാകുന്ന അനന്തശയ്യയിൽ കിടക്കുന്നവനായ അങ്ങ് അഹികശിപുസ്പർശാനുകൂലാം, ആദിശേഷനാകുന്ന അനന്തന്റെ ശയ്യയുടെ സ്പർശം കൊണ്ട് മാത്രം നിദ്രേ ജനസ്യസുഖം വിവർണ്വൻ ഉവാഹ, ജനങ്ങളുടെ സുഖത്തെ വിവരിച്ചുകൊണ്ട് ഉവാഹ വഹിച്ചു എന്നർത്ഥം. അപ്പം ബ്രഹ്മാവിനൊരു പരാർത്ഥകാലം രാത്രിയാണ്. ആ രാത്രിയിൽ എല്ലാ വൃത്തികളും അടങ്ങുമെങ്കിലും പഞ്ചവൃത്തികളോട് കൂടിയ അവിദ്യ വ്യാപരിച്ചുകൊണ്ടേ, അജ്ഞാനം നമ്മളെ എപ്പോഴും വ്യാപരിച്ചുകൊണ്ടേ, ആ അവിദ്യ എന്ന പേരായ മായ കൊണ്ട്
ബാധിക്കാത്തവനാണ് എങ്കിലും ഉദരത്തിൽ കിടക്കുന്ന ലോകങ്ങളോട് കൂടിയ യാതൊരു ഭഗവാന്റെ ഉദരത്തിൽ ലോകം മുഴുവൻ ശയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ തിരമാലകൾ വെട്ടി വെട്ടി വരുന്ന പാമ്പ് കിടക്കയിൽ കിടക്കുന്നവനായ ആ ഭഗവാന്റെ ആ ശയ്യയുടെ അടുക്കൽ, ആ ശയ്യയിൽ ഒന്ന് സ്പർശിക്കാൻ അനുരൂപമായ നിദ്രയെ, ജനത്തിന്റെ സുഖത്തെ വിവരിക്കുന്നവനായിട്ട് അങ്ങ് വസിച്ചു. യാതൊരാളാണോ അജ്ഞാനമെന്ന അവിദ്യ കൊണ്ട് ഉപഹതനാണെങ്കിൽ പോലും, ദശാർത്ഥവൃത്തിയായ അവിദ്യ കൊണ്ട് അനുപഹതനാണെങ്കിൽ പോലും, ബാധിക്കപ്പെടാത്തവനാണ് എങ്കിൽ പോലും അവൻ എപ്പോഴും നമ്മൾക്ക് വഴിപിഴച്ചു പോകുന്നത് അവിദ്യയിൽ അകപ്പെടുന്നുകൊണ്ടാണ്. വിദ്യയിലാണെങ്കിൽ വഴി കൂടി മാത്രമേ സഞ്ചരിച്ചു പോവുള്ളൂ. അവിദ്യയാണെങ്കിൽ നമ്മൾ വഴി വിട്ട് പല ദിക്കിലേക്കും സഞ്ചരിച്ചു പോകുന്നവരാണ്. അങ്ങനെ അവിദ്യയാകുന്ന ആ ദശാർത്ഥവൃത്തിയാകുന്ന അവിദ്യ, രാത്രികാലത്തെ വൃത്തികൾ 5 വൃത്തികളോടുകൂടി കഴിഞ്ഞുകൂടുന്നതാണ്. അങ്ങനെ അവിദ്യ എന്ന ആ ദശാർത്ഥവൃത്തി കൊണ്ട് അനുപഹതനാണെങ്കിൽ പോലും അവനെ ജഠരീകൃത ലോകയത്രനായിട്ട് നിദ്രയെ ബ്രഹ്മാവ് തൻ്റെ കഥ പറയുക. അങ്ങനെ താൻ ഉറങ്ങിയപ്പോൾ ജലത്തിൻ്റെ അകത്ത് പാമ്പ് കിടക്കയുടെ പുറത്ത് അനുകൂലമായ സ്പർശനസുഖമുള്ള ധാരാളം തിരമാലകൾ വന്നടിക്കുമ്പോൾ ജനത്തിൻ്റെ സുഖത്തെ വിവരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നവനായ അങ്ങേയ്ക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാൻ എന്തുകൊണ്ട് അനന്തശായിയായി? അനന്തമായ ജലത്തിൽ എന്തുകൊണ്ട് ഭഗവാൻ അവിടെ ശയിച്ചു എന്ന് ഭഗവാന്റെ അനന്തശായിത്വത്തെ ഞാനിതാ നമസ്കരിക്കുന്നുവെന്ന് ആ സ്വരൂപത്തെ കൂടി നമസ്കരിക്കാം. യോ വിദ്യയാനുപഹതോപി ദശാർത്ഥവൃത്യാം നിദ്രാമുവാഹ ജഡീകതലോകയാത്രാം അന്തർജലേഹി കശുപു സ്പർശാനുകൂലാം ഭീമോർമ്മമാലിനി ജനഫ്യ സുഖം വിവർണ്വൻ. ദശാർത്ഥവൃത്യാ അവിദ്യയാ അനുപഹതഃ അപി ജഡരീകതലോകയാത്രഃ യഃ ഭീമോർമി ശാലിനി അന്തർജലേ അഹികശുപസ്പർശാനുകൂലാം യോ വിദ്യയാ അനുപഹത്തോപി ദശാർത്ഥവൃത്യാം നിദ്രാമുവാഹ ജഡീകതല ഭീമോർമ്യമാലിനി ജനസുഖം വിവർണ്വൻ. യോ വിദ്യയാനുപഹതോപി ദശാർത്ഥവൃത്യാം നിദ്രാമുവാഹ ജഡീകതലോകയാത്രാം അന്തർജലേഹി കശുപുസ്പർശാനുകൂലാം ഭീമോർമ്മമാലിനി ജനസുഖം വിവർണ്വൻ. അങ്ങനെ അങ്ങ് എന്തുകൊണ്ട് പാലകളിൽ വന്ന് ശയിക്കാൻ കിടക്കാൻ കാരണമായി? അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് അങ്ങനെ സ്തുതിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലും സങ്കല്പത്തിലൊന്നും അങ്ങയുടെ സ്വരൂപം കാണില്ല. അങ്ങനെ കാണാത്ത എനിക്ക് അങ്ങയോട് ചേരാനും അവസരമുണ്ടാകുമായിരുന്നില്ല. അതൊക്കെ ഉണ്ടാക്കി തന്നത് ഈ കഥകളുടെ വെളിച്ചമാണ് എന്ന് ആ ബ്രഹ്മാവ് ഭഗവാനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ. യോ വിദ്യയാ അനുപഹതോപി ദശാർത്ഥവൃത്യാം നിദ്രാമുവാഹ ജഡീകതലോകയാത്രാം അന്തർജലേഹി കശുപുസ്പർശാനുകൂലാം ഭീമോർമ്മമാലിനി ജനസുഖം വിവർണ്വൻ. യോ വിദ്യയാ അനുപഹതോപി ദശാർത്ഥവൃത്യാം
നിദ്രാമുവാഹ ജഠീകൃതലോകയാത്രാം അന്തർജലേഹികശുപുസ്പർശാനുകൂലാം ഭീമോർമ്മമാലിനി ജനസ്യ സുഖം വിവൃണ്വൻ. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുകയാണ്. എന്തായാലും തീരില്ല ഇത്. അടുത്ത ദിവസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കാം. നമുക്കിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.